വർഷത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കുമെന്നത് തന്നെയാണ് UDF ക്യാമ്പിന്റെ ഉറച്ച പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ കുറെ ദിവസങ്ങളായി നമ്മൾ കാണുകയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാണ്. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികളും നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. നാളെ ഒരു പകലിന്റെ അകലം മാത്രമാണ് ഇനി കേരളം ആര് ഭരിക്കുമെന്ന് അറിയാൻ ബാക്കിയുള്ളത്. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് UDF. മന്ത്രിമാർ ആരൊക്കെ എന്ന് വരെയുള്ള ചർച്ചകൾ ഇപ്പോഴേ ഉണ്ട്. എത്രയോ മുന്നേ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചകൾ അവസാനിച്ചിട്ടുമില്ല. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ 3 പേരിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു ചർച്ചകൾ. ആര് മുഖ്യമന്ത്രിയാകും? ഓരോരുത്തർക്കും അനുകൂലവും പ്രതികൂലവുമായ നിരവധി ഘടകങ്ങൾ ഉണ്ടാകുമല്ലോ. അതിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഇതാ കട്ടൗട്ട് ഉയരുകയാണ്. VD സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ UDF-നെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ചത്. VD സതീശന് അനുകൂലമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ആ സൂചനകളുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം അത് വലിയ രീതിയിൽ കയ്യടി നേടുന്നതാണ്, മികച്ചതെന്ന് തന്നെ പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേർക്കുനേർ നിയമസഭയിൽ പോരാടുന്ന VD സതീശനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. മാത്രമല്ല യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കോൺഗ്രസിന്റെ മുതിർന്ന പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ VD സതീശന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജെൻസി വോട്ടുകൾ VD സതീശനിലൂടെ കിട്ടും UDF-ന് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും അനുയോജ്യൻ എന്നതാണ് VD പക്ഷത്തുള്ളവർ പറയുന്നത്. എന്നാലും ചില പ്രതികൂല ഘടകങ്ങൾ കൂടി ഇല്ലാതെയില്ല. അതായത് പ്രതികൂലം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പരിഗണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കാര്യം, പ്രവർത്തന പരിചയം കുറവെന്ന് പറയുമ്പോൾ മറ്റു 2 പേർ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും, അവരെ 2 പേരെയും അപേക്ഷിച്ച് അദ്ദേഹം ജൂനിയറാണ്. അങ്ങനെ സീനിയോറിറ്റി പാർട്ടിയിൽ പരിഗണിക്കുകയാണെങ്കിൽ VD സതീശൻ ഒരുപക്ഷെ പിന്തള്ളപ്പെട്ടു പോയേക്കാം. MLA-മാരുടെ പിന്തുണ, അതായത് VD പക്ഷത്ത് MLA-മാരുടെ പിന്തുണ കുറവുണ്ട് എന്നൊരു കണക്കുകൂട്ടലുണ്ട്. പക്ഷെ നമുക്കറിയില്ല MLA-മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണം. മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഇല്ല എന്നുകൂടി അറിയുന്നു. കാരണം കുറച്ചുകൂടി പിന്തുണ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലിനുമൊക്കെയുമാണ് മുതിർന്ന നേതാക്കളുടേതായി നമ്മൾ കാണുകയും ചെയ്യുന്നത്. നമുക്ക് അർജുൻ മട്ടന്നൂരിലേക്ക് പോകേണ്ടതുണ്ട്. അർജുൻ, VD സതീശൻ എന്നതിലേക്ക് എത്തുന്നു അവസാന നിമിഷം പേരുകൾ എന്ന് നമ്മൾ കേൾക്കുകയാണ്. ഇന്നിപ്പോൾ കണ്ണൂരിലും എറണാകുളത്തും ഒക്കെ VD അനുകൂല ഫ്ലക്സുകൾ നമ്മൾ കാണുകയായിരുന്നു. എന്താണ് അവസാന നിമിഷം VD ക്യാമ്പ് കരുതുന്നത്? വിനീത, കാര്യങ്ങൾ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് VD സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം പൂർണ്ണമായും ഉള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും അജണ്ട തീരുമാനിച്ചത് VD സതീശനാണ്. മാത്രവുമല്ല ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം വിജയത്തിന്റെ സ്ട്രാറ്റജി ഉണ്ടാക്കിയതടക്കം VD സതീശനാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. മാത്രവുമല്ല നേരത്തെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും VD സതീശനെടുത്ത നിലപാട് അത് കോൺഗ്രസിനപ്പുറത്ത് പൊതുജനങ്ങളിലടക്കം വലിയ വിശ്വാസ്യത ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായപ്പോൾ കോൺഗ്രസിന് മുഖം രക്ഷിച്ചത് VD സതീശന്റെ കൃത്യമായ നിലപാടായിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ VD സതീശനെടുത്ത നിലപാട് അത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കം വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു ധ്രുവീകരണം UDF-ന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായും VD സതീശൻ അതിന്റെ ക്രെഡിറ്റ് VD സതീശന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ വിലപേശിയപ്പോൾ ആ വിലപേശലിന് നിന്ന് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയും അത്തരത്തിൽ വിജയമുണ്ടാക്കുകയും ചെയ്തതും VD സതീശന്റെ നിലപാടായിരുന്നു. മാത്രവുമല്ല മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ അടക്കം കൃത്യമായി ഇത്തരത്തിൽ ഭൂരിപക്ഷമടക്കം നേരത്തെ പ്രവചിച്ചുകൊണ്ട് അത്തരത്തിലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ VD സതീശന് കഴിയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സംഘടന പൂർണ്ണമായും നിശ്ചലമായ ഇടങ്ങളിലടക്കം സംഘടനാ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിച്ചൊരു നേതാവ് എന്നതും ഒരു അനുകൂല ഘടകമായി VD സതീശന്റെ ക്യാമ്പ് കരുതുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ വിനീത പറഞ്ഞതുപോലെ ചില MLA-മാരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാകും, കോൺഗ്രസിന്റെ സ്വഭാവം വെച്ച സാമുദായിക സംഘടനകളുമായി കൃത്യമായ ബന്ധമില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ചില പ്രതികൂല ഘടകങ്ങളും VD സതീശനുണ്ട്. ഓക്കെ, ഏതായാലും ഇന്നിപ്പോൾ VD അനുകൂല ഫ്ലെക്സുകളാണ് നമ്മൾ പലയിടത്തും കാണുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ
അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അർജുൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ VD സതീഷിന്റെ നിലപാട് അത് നിർണായകമായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ നേർക്കുനേർ നിന്നുകൊണ്ട് എതിർത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം നേടിയെടുക്കാൻ VD സതീഷിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ UDF അധികാരത്തിലെത്തിയാൽ? നമുക്ക് കാത്തിരുന്ന് കാണാം.